ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബേബി പോൾ. ഞാൻ നിങ്ങളോട് പറയുന്നത് ബോഗൺവില്ല എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നാണ് പറയുന്നത്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ബോഗൺവില്ലയുടെ കൊമ്പുകളും അതേപോലെ അതിൻ്റെ ഇലകളെല്ലാം വളരെ നശിച്ച് പോയിരിക്കുന്ന സമയമാണല്ലോ. ഇത് നമുക്ക് എങ്ങനെ ഇതിനെ നല്ല രീതിയിൽ വളർത്തി പുഷ്ടിച്ചെടുക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒട്ടുമിക്ക ബോഗൺവില്ലകളും മഴ കൊണ്ട് അതിൻ്റെ ഇലകളെല്ലാം പോയിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണമാണ് ഞാനിപ്പോൾ നമുക്ക് തരുന്നത്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നീട്ടി വലിച്ചു വാരി കൊണ്ടുപോവുകയല്ല, എൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. എൻ്റെ നഴ്സറി അങ്കമാലിക്കടുത്ത് കിടങ്ങൂർ എന്ന സ്ഥലത്താണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു. മുൻപ് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കേടുവന്ന ബോഗൺവില്ലയുടെ ചട്ടിയിലെ ബോഗൺവില്ല എടുക്കുക. അതിനുശേഷം അതിൻ്റെ കൊമ്പുകൾ പ്രൂൺ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലാണ് പ്രൂൺ ചെയ്യേണ്ടത്, മനസ്സിലായോ? ഇതെന്നാൽ നമുക്കൊരു സൈഡിലേക്ക് ക്രീപ്പർ ടൈപ്പ് ആണെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രം കട്ട് ചെയ്ത് ഒതുക്കി നിർത്തുക. അപ്പോൾ ഒരു വശത്തേക്ക് മാത്രം വരും. അല്ലാത്ത പക്ഷം നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ഉണ്ട പോലെയാണ് വാങ്ങുന്നതെങ്കിൽ 4 വശം പ്രൂൺ ചെയ്യുക. അപ്പോൾ ഏതെങ്കിലും വശങ്ങളിലേക്കാണെങ്കിൽ ഒരു വശം മാത്രം നീട്ടി നിർത്തി മറ്റേ വശം കുറച്ച് വെട്ടി പ്രൂൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യേണ്ടത്. കാരണം വളരെയധികം പഴക്കമുള്ള വളരെ ലെങ്ത് കൂടിയിട്ടുള്ള കൊമ്പാണെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക, മനസ്സിലായാൽ. ഇനിയിപ്പോൾ ഞാൻ എടുത്ത് വെച്ചതുപോലെ അധികം പ്രായമില്ലാത്ത ചെടികളാണെങ്കിൽ നമുക്ക് അധികം കട്ട് ചെയ്യാനുള്ള ആവശ്യം വരുന്നില്ല. അതുപോലെ നമുക്ക് പൊക്കം കൂടിയതാണെങ്കിൽ പൊക്കം വേണമെങ്കിൽ പൊക്കത്തിലുള്ള കൊമ്പ് മാത്രം വളരെ നിർത്തിക്കൊണ്ട് സൈഡ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാവടി പോലെ ആ രീതിയിലും വരും. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ പ്രൂണിങ് നടത്തേണ്ടത്, മനസ്സിലായോ? അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു വശം കട്ട് ചെയ്ത് തിരിഞ്ഞ് പോയി പിന്നെ അത് ഒരു വശത്തേക്ക് വരും, അല്ലെങ്കിൽ സൈഡിലേക്ക് വരും. അപ്പോൾ നമ്മുടെ മനസ്സിനനുസരിച്ച് ഈ ബോഗൺവില്ല എങ്ങനെ വരണം ആ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമതായി ചെയ്യുന്നത് നമ്മുടെ അടിയിൽ അതിൻ്റെ ചവറുകളൊക്കെ മാറ്റി കളയണം, വൃത്തിയാക്കി എടുക്കുക. അതിൻ്റെ ഈ പൊഴിഞ്ഞ ഇലകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം അത് പ്രത്യേകിച്ച് നന്നായിട്ട് വൃത്തിയിൽ ക്ലീൻ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ കടയൊന്ന് നമ്മൾ എന്തെങ്കിലും വല്ല ആയുധങ്ങൾ കത്തിയോ അല്ലെങ്കിൽ ഇളക്കാനുള്ള ടൂൾസൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് നന്നായിട്ട് ഇളക്കുക. മണ്ണ് ഇളക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ചട്ടിയുടെ അരികിൽ നിന്ന് ഇളക്കി ചെടിയുടെ കടക്കിലേക്ക് മണ്ണിടും. അപ്പോൾ നമുക്ക് ആ മണ്ണ് അവിടെ കിടക്കും ചെയ്തതിന് സൈഡിൽ ഒരു ഗ്യാപ്പ് പോലെ ഒരു ചാല് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ചിലർക്ക് ഇത് കറക്റ്റായി പറഞ്ഞത് എങ്ങനെ ചെയ്യാൻ കടക്കിൽ നമ്മൾ വളർത്തി കഴിഞ്ഞാൽ അത് പോവും, ചെടി പോവും. അപ്പോൾ അത് കട ഒരിക്കലും തൊടാൻ പാടില്ല. അത് നമുക്ക് ചാണം ഇറക്കിയാണെങ്കിൽ നമുക്കിതിൽ കുഴപ്പമില്ല, അടി കട തൊട്ടാലും കുഴപ്പമില്ല. കാരണം ചാണം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെടി പെട്ടെന്ന് ഇല വളരുകയും പൂക്കൾ വളരെ കുറവായിരിക്കും. ചെടി നമുക്ക് നല്ല ബുഷായിട്ട് വളരും, പക്ഷേ പൂക്കൾ കുറവായിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ അതിൻ്റെ ഇലകളൊക്കെ നുള്ളി കളഞ്ഞതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ നമ്മൾ കെമിക്കൽ ഇടണം, അങ്ങനത്തെ വളരണം. അപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ മണ്ണൊക്കെ ഒന്ന് സെൻറ്ററിലേക്ക് ഒതുക്കി സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇതിൽ കൊടുക്കേണ്ട വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട വളം ഇതിന് പൊട്ടാഷ് ചേർക്കണം. പിന്നെ അതേപോലെ തന്നെ ഫാക്ടംബോസ്, പിന്നെ 18 മനസ്സിലായ. പിന്നെ അതുകൂടാതെ നമ്മൾ ചേർക്കേണ്ടത് ഡാപ്പ് എന്നൊരു മെഡിസിൻ ഉണ്ട്, അതും കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അത് അധികം ഇടാൻ പാടില്ല കേട്ടോ. ഒരു സ്പൂൺ വീതമാണ് ഈ 3 ഇടാൻ പാടുള്ളൂ, അതധികം ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചെടി ദോഷം ചെയ്യും. അതിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഉണ്ടെങ്കിൽ ചാണപ്പൊടി നമുക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. ഇല്ല അധികമല്ല, കുറച്ച് ചാണപ്പൊടി ഒന്ന് തൂവിയിട്ട് അതിന് ശേഷം നമുക്ക് ഈ കടക്കിലേക്കുള്ള മണ്ണ് ഇട്ടില്ലേ, ആ മണ്ണ് നമ്മൾ വീണ്ടും അത് ഈ വളമിട്ട സ്ഥലത്തേക്ക് നമ്മൾ ആ ഭാഗത്തേക്ക് ഈ മണ്ണ് നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് മഴ നനഞ്ഞിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾ വീണ്ടും വെള്ളം ഒഴിക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ മഴ ഇല്ലാത്ത സമയത്താണ് നിങ്ങളിപ്പോൾ നല്ല വെയിലുള്ള സമയത്താണ് ഈ പ്രൂൺ ചെയ്ത് ഇങ്ങനെ കടക്കിൽ വളമെല്ലാം വെച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ രണ്ടാമത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിനർത്ഥം മണ്ണ് നനവുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടെന്ന് പറയുന്നത്. അപ്പം മഴ ഡ്രൈ ആണെങ്കിൽ നമ്മൾ വളം ഇട്ടതിന് ശേഷം കടക്കിലേക്ക് ഇട്ടിട്ട് മണ്ണ്
വീണ്ടും ആ യഥാർത്ഥ സ്ഥാനത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടായിരുന്നു. പിന്നെ ചെടികളിപ്പോൾ നമ്മൾ വളവും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ചെടികളെ പിന്നെ ഇണക്കം തട്ടാതെ നമ്മൾ എപ്പോഴും ഇടണം, മനസ്സിലായോ? ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടികളൊക്കെ വളരെ ബുഷായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു 20 ദിവസം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ഞാൻ ചെടിക്കുള്ള സാധനങ്ങളൊക്കെ ആവുമല്ല എന്നല്ല പറയാനായിട്ട്. എന്നാൽ നമ്മൾ 20 ദിവസങ്ങളിൽ ഇപ്പോൾ കാണുന്നില്ലേ ഇതിൽ ഇലകളൊന്നും ഇല്ലല്ലോ, അതേപോലെ ഇപ്പോൾ നമ്മൾ 20 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിൽ നല്ല എൻ്റെ അടുത്ത് ബോഗൺവില്ല ഇരിക്കുന്നുണ്ടോ, അതുപോലെ നിറയെ ഇലകളായിട്ട് നമുക്കൊരു 2 സ്റ്റെപ്പായിട്ട് നമുക്ക് ഇല വരുന്നു. മുമ്പ് കുറച്ച് ഇലകൾ വരും, അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോഴേക്കും 20 ദിവസം ആകുമ്പോൾ വീണ്ടും ഇതുപോലെ വളം ചെയ്യണം. അപ്പോൾ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ബോഗൺവില്ലയിൽ ഒന്നുകൂടി വളരും. വളർന്നതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19-19 എന്ന കെമിക്കലുണ്ട്, അത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 3 സ്പൂൺ ഒരു 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഒരു കട നനയുന്ന രീതിയിൽ ഒരു 1/4 ലിറ്റർ വെള്ളം വീതം ഓരോന്നിനും കടക്കിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കണം, മനസ്സിലായി? അതിനുശേഷം നമ്മൾ പൂവുണ്ടാവുന്നത് വരെ നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം 10 ദിവസം കൂടുമ്പോൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നിറയെ പുഷ്പിച്ച് നിറയെ പുഷ്പങ്ങളായിട്ട് നമുക്ക് കാണാം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ കാണുന്നത് പറഞ്ഞാൽ ഇത് 20 ദിവസം കഴിഞ്ഞിട്ട് ഇല വന്നാണ് നമ്മൾ കാണുന്നത്, മനസ്സിലായോ? നന്നായിട്ട് പുഷായിട്ട് ഇല വന്നിട്ടുണ്ട്, കണ്ടോ? ഇതാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 15 ദിവസം 20 ദിവസത്തിന് ശേഷം നമ്മൾ വന്ന ഇലകളാണ് ഇത് കംപ്ലീറ്റ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതൊക്കെ നന്നായിട്ട് ബുഷായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നാടനാണ് കേട്ടോ. ഇത് മറ്റേ ഗ്രാഫ്റ്റഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് നാടനായാലും മതി. ഗ്രാഫ്റ്റഡ് വേണമെന്നില്ല. ഗ്രാഫ്റ്റഡ് എന്ന ചെടി പെട്ടെന്ന് നശിച്ചു പോകും. എന്നാൽ നാടൻ ചെടികളാണ് നമ്മൾ കൊമ്പ് കുത്തിയിട്ട് വരുന്ന ചെടികളാണ് നമുക്ക് കേട് വരത്തില്ല, അത് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നുള്ളൂ, മനസ്സിലായോ? ഒരു വളങ്ങൾ നമുക്ക് ശരിക്കായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വരും. അപ്പോൾ ഇതിൻ്റെ പൂക്കളുണ്ടായ ഇരിക്കുന്ന ചെടികൾ ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസത്തെ പൂക്കളൊക്കെ ഇത് Shall we begin?